സോളെ, നിനക്ക് എന്നെ ഇവിടെ കാര്യം? അത് തന്നെ പുന്നാരമോനെ എനിക്കും ചോദിക്കാനുള്ളൂ. നിനക്ക് എന്നാ ഇവിടെ കാര്യം? എന്റെ ഡോം റൂമിൽ കയറി വന്നിട്ട് എനിക്ക് എന്നാ കാര്യമെന്നോ? നിന്റെ ഡോം റൂമോ? ഏത് വകയ്ക്ക്? ഇത് എന്റെ ഡോമാ. യു ഗെറ്റ് ഔട്ട്. ഹൗ ഡെയർ യു? നമുക്ക് നോക്കാം ആരും ഇവിടെ ഗെറ്റ് ഔട്ട് ആകണമെന്ന്. വെല്ലുവിളിക്കുന്നു. എനിക്കിത് കണ്ടിട്ട് തന്നെ. സോളും സ്കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം തുളമ്പുന്ന കണ്ണുകളോടെ തുറച്ചു നോക്കി. ഒരു നിമിഷം കണ്ണു തെറ്റിയാൽ പരസ്പരം കടിച്ചു കീറാൻ ശ്രമിക്കുന്ന നായ്ക്കളെ പോലെ. ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയാ, ഇവിടെ നിന്ന് ഇറങ്ങിയില്ല ഞാൻ ഉറപ്പായിട്ടും സെക്യൂരിറ്റിനെ വിളിക്കും. ഇത് നല്ല കളി. എന്റെ ഡോമിൽ വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്റെ ഡോമോ നിന്റെ ഡോമോ അവിടെ നിൽക്കട്ടെ, ആരേലും ഒരാളെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ. അത് നമുക്ക് നോക്കാം. ലാഡസ്പതില്ലോ സർ. അവിടെ നിക്കടാ. എടാ കുരിപ്പുകളെ, എങ്ങോട്ടാടാ ഓടുന്ന? നിക്ക്. എക്സ്ക്യൂസ് മീ. യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അത് മാർഡ അവിടെ നിന്ന്. അത് ഡോം മാനേജർ എന്നെ വിളിക്കാൻ പറ്റുമോ? ഷ്യൂർ. ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, ഞാൻ ഒന്ന് സാറിനെ കോണ്ടാക്ട് ചെയ്യട്ടെ. എന്താ പ്രശ്നം? ഐ വോണ്ട് ചേഞ്ച് ഓഫ് ഡോം സാർ. എനിക്കും എൻ്റെ കൂടെ ആ ഡോമിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും പറ്റില്ല. അതിന് നിന്നോടാരാ ചോദിച്ചാ? എന്തേ? എനിക്ക് നിന്റെ പെർമിഷൻ വേണം ചോദിക്കാൻ. നിങ്ങൾ രണ്ടും നിർത്തിക്കേ. പിള്ളേരെ, നിങ്ങൾ രണ്ട് ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? അതെ. പിന്നെ ആദ്യമായിട്ടുമല്ലേ ഡോമേറ്റ്സ് ആകണേ? അതെ സാർ. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഡോമേറ്റ്സ് ആയ കുഴപ്പം? അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തു മനസ്സിലാവത്തില്ലെന്ന്? റീനെ, നിന്റെ ഡോമേറ്റ്സ് ആണ് ഈ പിള്ളേര്? അതെ സാർ. പിന്നെ നീ എന്താ ഇതൊന്നും ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കാഞ്ഞ? അത് സാർ, ഇവർ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് തരണ്ടായിരുന്നു. ഒറ്റ ഓട്ടമല്ലായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനാണല്ലേ? അപ്പൊ മക്കളെ, നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ഡോമേറ്റ്സ് ആയിട്ട് തുടരാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ കോളേജിൽ നിന്ന് TC മേടിച്ച് തിരിച്ചങ്ങ് പോകാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ഫസ്റ്റ് ഓപ്ഷനോ അതോ സെക്കൻഡ് ഓപ്ഷനോ? ആൻസർ ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് ഓപ്ഷൻ സാർ. ഗുഡ്. നിന്റെതോ? ഫസ്റ്റ് ഓപ്ഷൻ. വെരി ഗുഡ്. ഇനി മക്കൾ രണ്ടും തിരിച്ച് ഡോമിലേക്ക് പോക്കോ. റീനെ, പിള്ളേർക്ക് തിരിച്ച് വഴി കാണിച്ചു കൊടുക്കുക. ശരി സാർ. ഇങ്ങ് വന്നേ രണ്ടും. എന്നാ ഡ്രാമയായിരുന്നല്ലോ നിങ്ങൾ രണ്ടും. നിങ്ങളെന്താ പോലെ എനിമീസ് വല്ലതും ആണോ? ചെറുതായിട്ട്. ആ ബെസ്റ്റ്. കൊച്ചുവർക്ക, നിന്റെ പേരെന്താ? സോള്. ചേട്ടൻ്റെയോ? റെയിൻ. ഏതാ ഫാക്കൽറ്റി? ആർക്കിടെക്ചർ. ഓ മേരാ ജൂനിയർ. ഇങ്ങ് വാ. പാർഷ്വാലിറ്റി. ഇതെന്താ ഇവന് മാത്രം ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്? അതെങ്ങനെയാ? ആർക്കി ബോണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അല്ലേ സോളെ? അതന്നെ, ഒരു ആർക്കി ബോണ്ട്. നോക്കിക്കോ, ഞാനും കണ്ടുപിടിക്കൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. കണ്ടുപിടിച്ചോ? ഞങ്ങൾ പറഞ്ഞോ വേണ്ടെന്ന്? അത് നിന്നോടാരോ പറഞ്ഞേ? എന്തേ, എനിക്ക് കേട്ടൂടെ? രണ്ടും നിർത്തിക്കേ. ഞാൻ ദേ ക്ലാസ്സിൽ പോകുക. ഈ ഡോം ഇടി പിടിച്ച് കൊളാക്കിയേക്കല്ലോ. ആക്കിയ നിങ്ങൾ അനുഭവിക്കും, മനസ്സിലായോ? റേഞ്ചായിട്ട് ധൈര്യമായിട്ട് വെക്കോ. നോ വറീസ്, ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാൻ വിശ്വസിക്കുക സോളെ. സ്കൈയെ, നിന്നെയും. എന്നെ നോക്കിക്കോ. പോയെന്തായാലും ചെയ്യും. എനിക്ക് നിന്റെ അനുവാദം വേണ്ട. ഓഹോ, വലിയ കാര്യമായിപ്പോയി. നിങ്ങളിപ്പോ ഓടോ. നിങ്ങളെക്കാര്യം വാങ്ങിക്കണം. എന്റെ നൂഡിൽസ് എന്തേ കിട്ടിപ്പോയല്ലോ. കിച്ചൻ നൂഡിൽസ്. ഷോളിന്റെ വിശപ്പ് ഹോകയാ. ഇതൊക്കെ എന്താണ് എന്തോ. ബ്രെയിനും അറിയാം, ദൈവത്തിനും അറിയാം. കബോർഡിൽ നിന്ന് കിട്ടിയിട്ടാ. ചത്തൊന്നും പോകത്തില്ലായിരിക്കുമല്ലേ? ആർക്കറിയാം. ആഹാ, കണ്ടിട്ട് എന്നെ വായിന്ന് വെള്ളം ഒഴുകണം. ബട്ട് കഴ്സ് മൈ ബ്ലാഡർ. ഇച്ചിച്ച മുള്ള മുട്ടിട്ട് വയ്യ പുല്ല്. ദേ, ഞാൻ വാഷ്റൂമിലേക്ക് പോകുക. എൻ്റെ ഈ നൂഡിൽസ് എല്ലാം തൊട്ടാലുണ്ടല്ലോ. നിന്റെ ഈ ഉണക്ക നൂഡിൽസ് ആർക്ക് വേണം? അവൻ പോയാ? ഈ അവൻ പറയണ കേട്ട് നൂഡിൽസ് എടുക്കാണ്ടിരിക്കാൻ ഞാനാര്? അവൻ്റെ അടിമയോ? കണ്ടിട്ട് തന്നെ. ആഹാ, കിച്ചണിൽ നിന്ന് നല്ല മണം. മണം മാത്രമല്ല, നല്ല രുചിയുണ്ട്. വാഷ്റൂമിൽ പോയി കഴിഞ്ഞ് വന്നപ്പോ എന്താ അസുഖം? ഇനി വേണം മനസ്സമാധാനത്തോടൊന്ന് കഴിക്കാൻ. എന്റെ നൂഡിൽസ് എന്തേ? ഇതാ കള്ളപ്പന്നി സ്കൈയെ, നിന്നെ ഞാൻ ഇന്നിവിടെ ഹേഗം പാർട്ട് 2 ഉണ്ടാകും. സ്കൈയെ, നിന്നെ വെച്ചോണ്ട് ചാകടാ. നിനക്കെന്താ പ്രാന്താണോ തീർക്ക? ആടാ പ്രാന്താടാ. എന്റെ നൂഡിൽസ് എടുത്ത് കഴിച്ചിട്ട് നിനക്ക് എന്ത് ധൈര്യടാ? പിരട എന്നെ. നിന്റെ നൂഡിൽസ് കഴിച്ചാണ് ഇത്രയും? ഇന്ന് നിന്റെ നൂഡിൽസ് അല്ലേ കഴിച്ച? നോക്കിക്കോ.
മോനെ സോളെ, നാളെ നിന്റെ ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കും ഞാൻ അടിച്ചെടുക്കാൻ പോണേ. ഹൗ ഡെയർ യു! നിനക്കേ കുറെ മസില് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്ത് ബുദ്ധിയൊന്നുമില്ല. പാവം ചെറുക്കൻ എന്നോട് കളിക്കാൻ വന്നു. എങ്ങോട്ട് ഓടുന്നടാ? നിക്കേ, നിന്നെ ഞാൻ വാൺ ചെയ്തത് എൻ്റെ നൂഡിൽസ് കഴിക്കല്ലോ എന്ന്. അതുകൊണ്ട് നിനക്ക് തരാനുള്ള പണി തരാണ്ടേ ഞാൻ ഇവിടുന്ന് പോവില്ല. പോകണ്ട, ഞാൻ പറഞ്ഞ പോകാൻ. നിന്ന ഞാൻ ദേഷ്യം ചീത്തയാണ് മിസ്റ്റർ സോൾ. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. അത് പറയാൻ നീ എൻ്റെ ആരാ? വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ നീ എന്റെ തലയിൽ ഇറങ്ങുവാ. മുട്ടീന്ന് വിടടാ. വിട്ടില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ വിടിയിക്കും. ഓഹോ, എങ്കിലൊന്ന് കാണാലോ. വിട്ട് വിട്ട്, മുട്ടീന്ന് വിട്. എന്നോട് നീ കെഞ്ച്, എന്റെ പട്ടി കെഞ്ചു നിന്നോട്. എനിക്കിതൊന്ന് കാണണം. കയ്യെ മുട്ടീന്ന് വിടാനാ ഞാൻ പറഞ്ഞേ? ഇല്ല, നേരത്തെ പറഞ്ഞ വീട്ടില്ലേ, നീ കെഞ്ച്, അപ്പ വിടാം. കയ്യെ മുട്ടീന്ന് വിട് പ്ലീസ്. ഞാൻ കാല് പിടിക്കുക, ഒന്ന് വിട്. അങ്ങനെ പറ. ഗുഡ് ബോയ്. യോ ഡെവിൾ, നിന്നെ ഞാൻ എന്റെ മൂക്കിനിട്ട നീ ഇടിച്ചല്ലേ? പിന്നെ നിന്റെ മൂക്ക്. ഇനിയും ഞാൻ നിന്റെ മൂക്കിനിട്ടിടിക്കും. എന്തോ ചെയ്യും നീ എന്നെ? നിനക്ക് എന്റെ കയ്യിൽ കിട്ടിയൊന്ന് പോരല്ലേ? പോരാ. എന്തേ? യോ സൺ ഓഫ് എ, നിങ്ങൾ രണ്ടും നിർത്താവോ? ഓ സോളെ, നമ്മുടെ കാര്യം തീർന്നടാ. നിങ്ങളെ രണ്ടിനോട് ഞാൻ എന്തും പറഞ്ഞിട്ട് ഇവിടുന്ന് പോയേ? അത് റെയിനെ, ഞങ്ങള് ചുമ്മാ. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഡോം. ആരാടത് പൊട്ടിച്ച്? സോള ഇത് പൊട്ടിച്ച റെയിനെ. ഞാനോ? എപ്പോ? നുണ പറയല്ലേ. ഓർമ്മയല്ലേ നിനക്ക്? നീ ആ പെയിന്റിങ് എടുത്ത് ടേബിളിട്ടിട്ട് അടിച്ച് അപ്പൊ തെറിച്ചു പോയ വയസ്സ് ഒന്ന് ഓർത്തു നോക്കിയേ. നിന്ന ഞാൻ അത് റെയിനെ, ഞാൻ അറിഞ്ഞോണ്ടൊന്നുമല്ല. നിന്നോട് ദേഷ്യം കേറിയപ്പം. നീ അറിഞ്ഞോണ്ടല്ലെന്നോ? മിണ്ടിപ്പോകലും കുരിപ്പൻ, നിന്നെ ഇന്ന് ഞാൻ ചെവി കിഴക്ക് പൊട്ടിക്കണം. റെയിൻ ചേട്ടാ, സോറി, ചെവിന്ന് വിട്, വേദനിക്കണേ. ഞാൻ പുതിയത് വാങ്ങിച്ചു തരാം പ്ലീസ്. എൻ്റെ മരിച്ചുപോയ അമ്മുമ്മ വാങ്ങിച്ചു വന്ന സാധനം നീ വാങ്ങിച്ചു വന്നതിന് തുല്യാകോടാ? ഇല്ല, സോറി റെയിൻ ചേട്ടാ, ഞാനിന്ന് റിപ്പീറ്റ് ചെയ്യില്ല. സോറി, ചെവിന്ന് വിട് പ്ലീസ്. അതെ, നിന്നെ ചിരിക്കണ്ട. രണ്ടും എങ്ങനാണോ ഈ ഡോം ഇരുന്ന് വെച്ചാ അതുപോലെ തന്നെ ക്ലീൻ ആക്കിക്കോണം. ഞാനോ? അല്ല, ഞാൻ ക്ലീനാക്കൂടെ പോയി. ഇന്നാ തുടങ്ങിക്കോ രണ്ടും. എനിക്ക് തൂക്കാനൊന്നും അറിയില്ല. അച്ചടാ, തൂക്കാൻ അറിയാത്ത ആള് ഇതൊക്കെ ഇങ്ങനെ ആക്കിയപ്പോ ആലോചിക്കണായിരുന്നു. പിന്നെ അറിയാവുന്ന പോലെ അങ്ങോട്ട് തോത്തിട്ടാച്ചാ മതി. റെയിനെ, ചോദിക്കാൻ വിട്ട്, താൻ എന്താ നേരത്തെ വന്ന? എന്റെ ക്ലാസ് ക്യാൻസൽ ചെയ്തായിരുന്നു. എന്തേ? ഒന്നുമില്ല, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചാ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞോ? ഇനി മിണ്ടാണ്ടിരുന്നേ ഏതേ. റെയിനെ, മടുത്ത്, കുറച്ച് വെള്ളം. എന്ത്? ഞാൻ എടുത്തു തന്നോ? വേണമെങ്കിൽ പോയി എടുത്തു കൊടുക്കടോ. താനെന്ത് ക്രൂരനാടോ? ആടാ, ഞാൻ ക്രൂരനാ. എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായോ? റെയിൻ ചേട്ടാ, എന്റെ റൂം ഏതാന്ന് പറഞ്ഞില്ലായിരുന്നു? ആ ബങ്ക് ബെഡുള്ളത്. ഞാൻ ചേട്ടനായിട്ടാ ഷെയർ ചെയ്യണ? അല്ല, സ്കൈയുമായിട്ട്. എന്താ അവനുമായിട്ടോ? നോ വേ. യെസ് വേ. എനിക്ക് പറ്റത്തില്ല ചെക്കൻ്റെ കൂടത്തിൽ കിടക്കാൻ. ചേട്ടാ പ്ലീസ് ഒന്ന് റൂം സ്വാപ്പ് ചെയ്ത് വരുവോ പ്ലീസ്? എനിക്ക് പറ്റത്തില്ല. റെയിൻ ചേട്ടാ പ്ലീസ്, ചേട്ടനൊന്ന് പ്ലീസ് കയറി കൂടെ ബങ്ക് ബെഡിൽ കിടക്കുവോ? അറ്റ്ലീസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും ഒരു പുതിയ ഡോം റൂം ഒപ്പിക്കണ വരെയെങ്കിലും പ്ലീസ്. അതെന്താന്ന് എനിക്ക് ബങ്ക് ബെഡ്? എനിക്ക് എന്റെ ഒറ്റക്കുള്ള റൂമിൽ കിടക്കാൻ പറ്റില്ലേ? നീ അങ്ങനെ സിംഗിൾ റൂമിൽ കിടക്കണ്ട. എനിക്ക് എന്താന്ന് കിടന്നാ ഞാൻ അവിടെ തന്നെ കിടക്കും. ആഹാ, നോക്കാം. അതൊരു സിംഗിൾ റൂം തരാന്ന് ആരാ സമ്മതിച്ച? റെയിൻ ചേട്ടാ പ്ലീസ്, എനിക്ക് ഇവന്റെ ഒപ്പം കിടക്കാൻ പറ്റത്തില്ല. അതെന്താന്നേ? ഒരേ റൂമിലല്ലേ, ഒരേ ബെഡിലൊന്നും അല്ലല്ലോ. എന്നാലും റെയിൻ ചേട്ടാ, ഒരെന്നാലും ഇല്ല. എങ്കിൽ റെയിൻ ചേട്ടാ, ചേട്ടന് നാളെ ഇവിടെ ഒരു ഡെഡ് ബോഡി കാണും. ആരുടെ?
കൈയിടെ, അവനെ ഞാൻ ഉറപ്പായിട്ടും തട്ടും. പിന്നെ നമുക്ക് നോക്കാം ആരാരെ തട്ടാൻ പോണെന്ന്. കണ്ടറിയും ചേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇവർ എത്ര പെട്ടെന്ന് ഇത് കാര്യമായിട്ട് എടുത്തോ കേട്ടോ. ഇവന്റെ കൂടെ കിടക്കണ തന്നെ എന്റെ ജീവന് ഭീഷണിയാ. അതുകൊണ്ട് പ്ലീസ് ആ ഒറ്റയ്ക്കുള്ള റൂം എനിക്ക് തരുവോ? ഓ ഓക്കെ, ഒറ്റയ്ക്കുള്ള റൂമിൽ കിടക്കാൻ വിധിയില്ലെന്ന് ഓർക്ക. നീ കിടന്നോ. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഞാൻ ഇതിന് സമ്മതിക്കില്ല. എനിക്ക് ആ റൂം വേണം. പറ്റില്ല 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 പറ്റില്ല. പിന്നെ അത് നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ല. നമുക്ക് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാം. ഒരേ ഒരു കളി, ആരാണോ ജയിക്കണ അവർക്ക് ആ റൂം. ഡീൽ? ഓക്കെ ഡീൽ. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. എന്റെ കർത്താവേ, സ്റ്റോൺ പേപ്പർ സിസേഴ്സ്, സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. കളി ജയിച്ചേ, കളി ജയിച്ചേ, ഞാൻ കളി ജയിച്ചേ. റൂം എനിക്ക്. അപ്പൊ അമ്മയുടെ പൊന്നു സോളെ, ചേട്ടായി ആ റൂമിൽ പോണേ. ടേക്ക് കെയറേ. പോടാ പട്ടി. എന്നാലും എനിക്ക് ആ റൂം കിട്ടിയില്ല. ഞാൻ എന്തിനാ ഡീല് വെച്ച? സങ്കടപ്പെടാതെ കൊച്ചു ചേർക്ക, നിനക്ക് മാത്രല്ലല്ല എന്റെയും കൂടെ റൂമല്ലേ പോയാ. എങ്കി വാ, ആർക്കി ആർക്കി സെയിം റൂം. ഞാൻ താഴത്തെ, നീ മേളിൽ കിടക്കൂല്ലോ. ഓക്കെ ഞാൻ കിടക്കാം. അല്ല ചേട്ടന് ഹൈറ്റ് പേടിയാണോ? ചെറുതായിട്ട്. ദേ ഡിന്നറിന് ടൈമായി, താഴെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാവേ. ഓക്കി ഡോക്കി. റേഞ്ച് ചേട്ടൻ പോകണല്ലേ ഫുഡ് കഴിക്കാൻ? ഇല്ല. അതെന്താ? എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല, സോ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. ആണോ? എങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോ പ്ലീസ്? നോ പ്ലീസ്. നമ്മൾ ആർക്കി ആർക്കി ബ്രോസ് അല്ലേ, പ്ലസ് റൂംമേറ്റ്സും ഉണ്ടാക്കി തരല്ലേ പ്ലീസ്? ആ ഉണ്ടാക്കി തരാം. ഓ ഈ കൊച്ചിനോട് എനിക്ക് നോ പറയാൻ പറ്റണില്ലല്ലോ, അതാണ് എന്റെ പവർ. മനസ്സിലായി. വേറെ റേഞ്ച് ചേട്ടാ, എന്നതാ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ പാസ്ത കഴിക്കുവോ? പിന്നല്ല, ഞാനെല്ലാം കഴിക്കും. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്തിളക്കാടാ, ആ പാത്രത്തിൽ ഊട്ട വീഴും. ദിസ് ഈസ് കോൾഡ് പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം ഇങ്ങനെ കാണിക്കേണ്ടത്, നോട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ഇളക്കി ഇളക്കി. പ്രൊഫഷണലിസം പ്രൊഫഷണലിസം കാണിച്ച ആ പാത്രത്തിൽ വല്ല ഊട്ടയും വീണ എന്റെ സ്വഭാവം അറിയാലോ. ഊട്ട വരത്തില്ല സബ്ജി. ചേട്ടാ അതേ ആരോ വിളിക്കണം. അയ്യോ കട്ടായി പോയല്ലോ. എന്തേ, അത് ആരാന്ന് നോക്കിയേ. കോപ്പി പേസ്റ്റാ? അതെന്ത് നെയിം സേവ് ആക്കിയിട്ടിരിക്കുന്ന? ഈ ആരെ കോപ്പി പേസ്റ്റ്? ഇതേ അയാളെന്നെ വീണ്ടും വിളിക്കുന്നു. ദേ ഞാൻ കോൾ എടുത്തേ. നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞ? ഹലോ, നേരത്തെ വിളിച്ചപ്പോ നീ എന്താ കോൾ എടുക്കാൻ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്ത് തിരക്ക്? ഞാൻ വിളിച്ചാ എടുക്കണോന്നറിയില്ലേ? പിന്നെ നീ ആര്? എന്റെ കെട്ടിയോനോ അങ്ങനെയൊക്കെ പറയാൻ? കൂടുതൽ അധികാരം എടുക്കല്ലേ. അധികാരം എടുത്താ എന്ത് ചെയ്യും? ഇന്ന് എന്ത് പറ്റുന്നേ? പതിവില്ലാതൊരു കലിപ്പ്. ഇനി ഞാൻ ഇങ്ങനെയാ, ഫുൾ റഫ് ആൻഡ് ടഫ്. എന്തേ? റിയലി? വിശ്വസിച്ച് പോടാപ്പ. എന്തേ, ആരോടെങ്കിലും കളിക്കാൻ ചെന്നപ്പോ കിട്ടിയാ തിരിച്ച്? പോടോ താൻ. പിന്നെ എന്താന്ന്? എന്തേ? എനിക്ക് മെച്ചൂരിറ്റി ഇച്ചിരി കൂടുതലായതുകൊണ്ട് പക്വത ഉള്ളതാകാൻ തീരുമാനിച്ചു. എനി പ്രോബ്ലം? എന്തേ വിളിക്കണം? എടാ പൊട്ട, മെച്യൂരിറ്റിയും പക്വതയും ഒന്നാണ്. ഓ ഒരു വിജ്ഞാനി വന്നിരിക്കണം. ആവട്ടെ. അല്ല ഈ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? ഓ അത് വിട്ട്. ഞാൻ നെക്സ്റ്റ് വീക്ക് അങ്ങോട്ടേക്ക് വരുവാണേ. എന്തിന്? എനിക്ക് നിന്റെ വിസിറ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. എന്തോട്ട് വിസിറ്റിങ്? ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ അങ്ങോട്ട് വെച്ചു. ട്രാൻസ്ഫറോ? ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കാൻ? എന്തേ, നിന്നോട് ചോദിക്കണോ? പിന്നല്ലാണ്ട്. അല്ല എന്താന്ന് ഈ ട്രാൻസ്ഫറിന്റെ ഉദ്ദേശം? പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നോ? ഇതെന്നാ കുട്ടിക്കളിയോ? എന്ത് കുട്ടിക്കളി? ഇറ്റ്സ് മൈ ചോയ്സ് നോ. എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, നീ ഇങ്ങോട്ട് വരണ്ട. അതെന്നാന്നേ? എനിക്ക് ഇച്ചിരി സമാധാനം വേണം, അത് തന്നെ. ആയി ശരി, എങ്കിൽ നീ എങ്ങനെ സമാധാനിക്കണ്ട. ചെറുക്ക നീ. എന്ത് ചെറുക്ക? ഞാൻ വരും, വരുക തന്നെ ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലോ. അപ്പൊ മോനെ ബയ്യേ.
ഷേ കട്ടാക്കതടാ. ഓ ഡാമിറ്റ്. എന്താ പറഞ്ഞ റേഞ്ച് ചേട്ടാ? എന്തു പറ്റി? ഇനി എന്തു പറ്റാനാ?